എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിൾ ആയിട്ടുള്ള, അതായത് ഒരു 10 മിനിറ്റിലൊക്കെ നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന സൂപ്പർ രുചിയുള്ള ഒരു പുഡിംഗ് ആണ്. അതുപോലെ ഒരുപാട് ചേരുവകളൊന്നും തന്നെ വേണ്ടാട്ട് നമുക്ക് ഈ ഒരു പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ബിസ്ക്കറ്റ് ആണ്. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ലോട്ടസിൻ്റെ ഈ ഒരു കാരമൽ ഫ്ലേവറുള്ള ഈ ഒരു ബിസ്ക്കറ്റ് ആണ് കേട്ടോ. ഈ ഒരു ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തന്നെ കിട്ടുകയാണെങ്കിൽ ഈ ഒരു ബിസ്ക്കറ്റ് തന്നെ എടുക്കുക. ഈ ഒരു ബിസ്ക്കറ്റിന് പകരമായിട്ട് നമുക്ക് ഓറിയോ ബിസ്ക്കറ്റും പാർലേജിയും ടൈഗർ ബിസ്ക്കറ്റും ഒക്കെ വെച്ചിട്ട് ചെയ്യാം. പക്ഷേ ടേസ്റ്റ് വ്യത്യാസമായിരിക്കുന്നുള്ളൂ. 125 ഗ്രാമിന് 2 പാക്കറ്റ് ബിസ്ക്കറ്റ് ആണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 പാക്കറ്റ് ബിസ്ക്കറ്റ് നമുക്കിതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതിൽ നിന്നൊരു 4-5 എടുത്ത് ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ, ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലെ മിക്സിയുടെ ഈ ഒരു ചെറിയ ജാർ എടുക്കുക. ഈ ഒരു ജാറിൽ ഒട്ടും തന്നെ വെള്ളമേ ഒന്നും കാണാൻ പാടില്ല കേട്ടോ. വെള്ളമയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് തുടച്ചിട്ടെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റ് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കണം. ഇത്രയും ബിസ്ക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിതൊരു 2 തവണയായിട്ടൊക്കെ ഒന്ന് പൊടിച്ചിട്ടെടുക്കാം കേട്ടോ. നല്ല പോലെ തന്നെ ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ നല്ല ഫൈനായിട്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പൊടിച്ച ബിസ്ക്കറ്റ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ബിസ്ക്കറ്റ് ഞാൻ അതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി പൊടിച്ചെടുത്ത് ഈ ഒരു ബിസ്ക്കറ്റിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ബട്ടറാണ്. ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതുപോലൊരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വീണ്ടും ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബട്ടറും കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഞാൻ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ പൊടിയൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ പഴമാണ്. നമ്മുടെ ഒരു റോബസ്റ്റ പഴമൊക്കെ പോലത്തെ തന്നെ പഴമാണ് കേട്ടോ ഇത്. റോബസ്റ്റ പഴം തന്നെ എടുത്താൽ മതി. പഴത്തിൻ്റെ ഒരു തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്ക് തീരെ ചെറിയതായിട്ട് ഈ ഒരു പഴം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ തീരെ ചെറിയതായിട്ട് തന്നെ ഈ ഒരു പഴവും ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ നല്ല തണുത്ത വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ അളവിൽ വേണമെങ്കിൽ എടുക്കാമെന്നാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു വിപ്പിംഗ് ക്രീമിന് മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ പഞ്ചസാരപ്പൊടി ഒന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് വിപ്പിംഗ് ക്രീമിന് മധുരം ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നല്ല തണുപ്പുള്ള ഒരു 3/4 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ബീറ്റർ ഇല്ലെങ്കിൽ നമുക്കിത് മിക്സിയിൽ വേണമെങ്കിൽ നല്ലപോലെ തന്നെ ബീറ്റ് ചെയ്തിട്ട് എടുക്കാമെന്നാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ചീസ് ക്രീം ഉണ്ടെങ്കിൽ ചീസ് ക്രീം ഒന്ന് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. നല്ല പോലെ തന്നെ ഒരു ചീസ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഒരു പകുതിയോളം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു വിപ്പിംഗ് ക്രീം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇതുപോലെ ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീം നന്നായിട്ട് തന്നെ ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ആ ഒരു പാത്രം എടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് തീരെ ചെറിയൊരു ബൗളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ ഒരു പുഡിംഗ് കിട്ടുന്ന പോലത്തെ ഒരു ചെറിയ ബൗളാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 3-4 ടീസ്പൂണോളം നമ്മൾ ഒരു ബിസ്ക്കറ്റിൻ്റെയും ബട്ടറും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പൊടി ഇട്ട് കൊടുക്കാം. ഈ ഒരു പാത്രത്തിന് ഒരു 1/4 ഭാഗത്തുള്ള ഒരു പൊടിയൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചെറിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പഴമില്ലേ, ഈ ഒരു പഴം ഇട്ട് കൊടുക്കാം.
പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് കോൺഫ്ലേക്സ് ആണ്. ഇതുപോലെ കുറച്ച് കോൺഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഒക്കെ വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു പൊടിയും പഴവും ആ ഒരു കോൺഫ്ലേക്സും ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്രീം കൊണ്ടുവന്ന് ഫില്ല് ചെയ്തിട്ടെടുക്കാം ഒരു പാത്രം. അപ്പോൾ ഒരു ക്രീമും ഇതുപോലെ നന്നായിട്ട് എനിക്ക് ഒരു പാത്രത്തിൽ ഞാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ തന്നെ തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം തന്നെ നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഞാനൊന്ന് തണുപ്പിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ഇഷ്ടമുള്ള നോസിൽസ് വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാവുന്നതാണ്. ആ ഒരു മുകൾ ഭാഗം കാണുമ്പോൾ ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ബിസ്ക്കറ്റും കൊണ്ട് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കുക. കുറച്ച് ബിസ്ക്കറ്റ് പൊടിയും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കാം കേട്ടോ. ഈ ഒരു പുഡിങ് നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല തണുപ്പോട് കൂടിയിട്ട് തന്നെ കഴിക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. വീണ്ടും ഇത് ഞാനൊരു അരമണിക്കൂറോളം തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബിസ്ക്കറ്റ് തന്നെ കിട്ടുകയാണെങ്കിൽ ഇതിൽ തന്നെ ചെയ്യുക. ആ ഒരു കാരമലിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 10 മിനിറ്റിലൊക്കെ തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണിത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലൊക്കെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.